السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم أصلح لنا النية والذرية والعمل. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. أما بعد. സഹോദരങ്ങളെ, ഈ മസ്ജിദിലെ പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ ഖൈബർ യുദ്ധവും അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളുമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഖൈബറിൽ വെച്ചുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് യഹൂദിയായ ഒരു പെണ്ണ് സൈനബ് ബിൻത് അൽ ഹാരിസ് എന്നായിരുന്നു ആ സ്ത്രീയുടെ പേര്. അവർ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വിഷം കൊടുത്ത സന്ദർഭം. യഹൂദികൾ തീരുമാനിച്ചുറപ്പിച്ച് ചെയ്ത ഒരു കാര്യമായിരുന്നു അത്. യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കോപത്തിനിരയായ ആ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം റബ്ബിന്റെ നബിമാരെ കൊലപ്പെടുത്തുക, അവരെ ദ്രോഹിക്കുക എന്നതൊന്നും അവർക്ക് പുത്തരിയായ ഒരു കാര്യമല്ല. മറിച്ച് അവരുടെ ചരിത്രം അതാണ്. ഖതലത്തുൽ അംബിയ, നബിമാരെ കൊലപ്പെടുത്തിയവരാണ് അവർ. അള്ളാഹുവിന്റെ ധാരാളക്കണക്കിന് നബിമാരെ കൊന്നുകളഞ്ഞവരാണ് യഹൂദികൾ. فكلما جاءكم رسول بما لا تهوى أنفسكم ففريقا كذبتم وفريقا تقتلون. നിങ്ങൾക്ക് നിങ്ങളുടെ ഹവയോട്, നിങ്ങളുടെ ദേഹേച്ഛയോട് യോജിക്കാത്തതുമായി ഏതൊരു നബി വന്നാലും നിങ്ങൾ എന്ത് ചെയ്യും? ഫരീഖൻ കദ്ദബ്തും. ചില നബിമാരെ, അവരിൽ ഒരു വിഭാഗത്തെ നിങ്ങൾ നിഷേധിച്ചു കളഞ്ഞു, കളവാക്കി. ഫരീഖൻ തഖ്തുലൂൻ. ഫരീഖൻ കദ്ദബ്തും എന്ന് പറഞ്ഞതുപോലെയല്ല ഫരീഖൻ തഖ്തുലൂൻ എന്ന് പറഞ്ഞത്. കദ്ദബ്തും എന്ന് പറഞ്ഞാൽ അതുപോലെ ആ പദത്തോട് യോജിച്ചത് എന്താണ്? കദ്ദബ്തും ഫരീഖൻ ഖതൽതും അല്ലേ? പക്ഷെ അങ്ങനെയല്ല അള്ളാഹു പറഞ്ഞത്. ഫരീഖൻ കദ്ദബ്തും, ചില നബിമാരെ നിങ്ങൾ നിഷേധിച്ചു കളഞ്ഞു. ഫരീഖൻ, മറ്റു ചില നബിമാരെ തഖ്തുലൂൻ, നിങ്ങൾ കൊന്നുകളയുന്നു. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൊല്ലാനുള്ള അവരുടെ നിരന്തര ശ്രമത്തെ, അത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇനിയും അവർ അതിന് ശ്രമിക്കും എന്നത് സൂചിപ്പിക്കുന്ന പ്രയോഗമാണ്. ഫരീഖൻ കദ്ദബ്തും വഫരീഖൻ തഖ്തുലൂൻ. ഖൈബറിലെ ഈ പെണ്ണ് എന്ത് ചെയ്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകാൻ ആടിന്റെ മാംസം തയ്യാറാക്കി. അതിൽ മുഴുവൻ വിഷം പുരട്ടി. എന്നിട്ട് അന്വേഷിച്ചു, ഇതിൽ ഏത് ഭാഗമാണ്, ആ ആടിന്റെ മാംസത്തിൽ അതിന്റെ അവയവങ്ങളിൽ, ശരീരഭാഗങ്ങളിൽ ഏത് അവയവമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കടിക്കാൻ കൂടുതൽ ഇഷ്ടം? അപ്പോൾ അവർക്ക് മനസ്സിലായി, കാൽ ഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൂടുതൽ ഇഷ്ടം. അതിൽ കൂടുതൽ വിഷം പുരട്ടി, അതിൽ നന്നായി വിഷം പുരട്ടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിക്കാൻ സഹാബിമാരും ഉണ്ടായിരുന്നു. അതിൽ ബിശ്ർ ഇബ്നുൽ ബറാ
റളിയല്ലാഹു അൻഹു എന്ന സഹാബി ഈ മാംസം കടിച്ചിറക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിക്കാൻ വായിലേക്ക് വെച്ചു, അത് കടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വായിലേക്ക്, അപ്പോൾ അത് ആ മാംസം തന്നെ നബിയോട് പറഞ്ഞു കൊടുത്തു എന്നാണ്, വിഷം പുരട്ടിയ മാംസമാണിത് എന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അല്ല സഹാബിമാരുടെ അനുഭവത്തിൽ തന്നെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഭക്ഷണ പദാർത്ഥങ്ങൾ അവരുടെ കയ്യിൽ കിടക്കവെ തസ്ബീഹ് ചൊല്ലിയ സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സഹാബത്തിന് ഉണ്ടായിട്ടുണ്ട്. ബിശ്ർ ഇബ്നുൽ ബറാ റളിയല്ലാഹു അൻഹു അവിടെ കൊല്ലപ്പെടുകയാണ്. എന്നാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ രൂപത്തിൽ അപായപ്പെടുത്താൻ മാത്രം, നബിയുടെ ജീവൻ അപ്പോൾ തന്നെ പോകാൻ മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിഷം അവിടുന്ന് കഴിച്ചില്ല. അങ്ങനെ ഈ സംഭവം ഉണ്ടായപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം, ഇജ്മഉ ലി മൻ കാന ഹാഹുനാ മിൻ യഹൂദ്, ഇവിടെയുള്ള യഹൂദികളെയൊക്കെ വിളിക്കുക. അങ്ങനെ യഹൂദികൾ വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, ഹൽ അൻതും സാദിഖി അൻ ഷൈഇൻ ഇൻ സഅൽതുകും അൻ, ഞാനൊരു കാര്യം ചോദിക്കാൻ പോവുകയാണ്, ചോദിച്ചാൽ നിങ്ങൾ സത്യം പറയുമോ? യഹൂദികൾ പറഞ്ഞു, നഅം യാ അബുൽ ഖാസിം, അതെ അബുൽ ഖാസിം, നിങ്ങൾ സത്യം പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹൽ ജഅൽതും ഫി ഹാദിഹി ശാത്തി സുമ്മൻ, ഈ ആട്ടിന്റെ മാംസത്തിൽ നിങ്ങൾ വിഷം പുരട്ടിയിട്ടുണ്ടായിരുന്നോ? ഖാലു നഅം, അവർ പറഞ്ഞു അതെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഹമലകും അലാ ദാലിക്, എന്തിനാണ് നിങ്ങൾ അങ്ങനെ ചെയ്തത്? അവർ പറഞ്ഞു, ഇൻ കുൻത കാദിബൻ നസ്തരീഹ് വഇൻ കുൻത നബിയ്യൻ ലം യദുറക്, നിങ്ങളൊരു കളവ് പറയുന്ന ആളാണ് എങ്കിൽ, നിങ്ങൾ യഥാർത്ഥ നബിയല്ല, ഒരു വ്യാജ നബിയാണ് എങ്കിൽ നസ്തരീഹ്, നിങ്ങളെ കൊന്നാൽ പിന്നെ ഞങ്ങൾക്ക് നിങ്ങളുടെ ശല്യമില്ല, ഞങ്ങൾ റാഹത്തായി, നിങ്ങളുടെ ശല്യമില്ലാതെ ഞങ്ങൾക്ക് ആശ്വസിക്കാം. വൈൻ കുൻത നബിയൻ, ഇനി അതല്ല താങ്കൾ യഥാർത്ഥ നബിയാണ് എങ്കിൽ ലം യദുറക്, നിങ്ങൾക്ക് അതുകൊണ്ട് ഉപദ്രവം ഉണ്ടാവുകയും ചെയ്യുകയില്ല. നോക്കൂ നിങ്ങൾ, എന്തുമാത്രം ഒരു യാതൊരു നിരക്കുമുള്ള മര്യാദയുമില്ലാത്ത ഒരു മുരടിച്ച മറുപടിയാണ് ആ ഖൗമ് പറഞ്ഞതെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഒരു യഥാർത്ഥ നബിയാണ്, ഒന്നും പറ്റുകയില്ല, നിങ്ങൾ കള്ള നബിയാണെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ ശല്യമില്ലാതെ ജീവിക്കാം. ഈ രൂപത്തിൽ മുരടിച്ച മറുപടികൾ പറയുന്ന ആളുകൾ. ശരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ വിഷബാധ ഏറ്റില്ല, എന്നിട്ട് ഖൗം വിശ്വസിച്ചോ? ഖൗം ഇസ്ലാമിലേക്ക് വന്നു? ഇല്ല. ഈ രൂപത്തിൽ അങ്ങേയറ്റത്തെ കുഫറിന്റെ, നിഷേധത്തിന്റെ, നന്ദികേടിന്റെ, അഹന്തയുടെ, അസൂയയുടെ, വിദ്വേഷത്തിന്റെ ആളുകളാണ് യഹൂദികൾ. ഇവിടെ ചരിത്രം അതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും അതിന് മുമ്പോ അതിന് ശേഷവുമല്ല റബ്ബിന്റെ കോപത്തിനിരയായ, അള്ളാഹുവിന്റെ പേരിൽ റബ്ബിനൊരിക്കലും ഇഷ്ടപ്പെടാത്തത് പറഞ്ഞുകൂട്ടിയ, അള്ളാഹുവിന്റെ നബിമാരെ കൊന്നുകളഞ്ഞ ക്രൂരന്മാരായ ഏത് സമൂഹത്തിലുണ്ടോ ആ സമൂഹത്തിലെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന ഒരു വിഭാഗം, അള്ളാഹുവിന്റെ ശാപകോപങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു വിഭാഗമാണ് യഹൂദികൾ. അലൈഹിം ലഅനത്തുല്ലാഹ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഈ സ്ത്രീക്ക്, നബിക്ക് വിഷം പുരട്ടിയ മാംസം നൽകിയ ഈ സ്ത്രീക്ക് മാപ്പ് കൊടുത്തു, അവരെ ഒന്നും ചെയ്തില്ല. പക്ഷേ ബിശ്ർ ഇബ്നുൽ ബറാ റളിയല്ലാഹു അൻഹു ആ വിഷബാധ കാരണത്താൽ മരണപ്പെട്ടപ്പോൾ, അദ്ദേഹം കൊല്ലപ്പെട്ടപ്പോൾ, അതിന് പകരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണിന് വധശിക്ഷ വിധിച്ചു. അവളെ മുസ്ലിമീങ്ങൾ കൊന്നുകളഞ്ഞു. ബിശ്ർ ഇബ്നുൽ ബറാ റളിയല്ലാഹു അൻഹുവിനെ കൊന്നതിന് പകരമായിക്കൊണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ വിഷബാധ ജീവൻ അപകടത്തിലാക്കുന്ന രൂപത്തിൽ ഏൽക്കുകയുണ്ടായില്ല. പക്ഷേ തീരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ഏറ്റില്ല എന്ന് പറയാൻ സാധിക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പലപ്പോഴായി ഈ വിഷബാധ ഏറ്റതിന്റെ വേദനയും പ്രയാസവും പിൽക്കാലത്ത് ഉണ്ടായിരുന്നുവെന്ന് ചരിത്രത്തിന്റെ കിതാബുകളിൽ മറ്റും നമുക്ക് കാണാം. ഒടുവിൽ
അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ വേളയിൽ വരെ ഇതിന്റെ പ്രയാസമുണ്ടായി. ഇമാം ബുഖാരിയുടെ സഹീഹിൽ നമുക്ക് കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഫീ മറദിഹി അല്ലദീ മാത ഫീഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു മരണത്തിലാണോ വഫാത്തായത്, അഥവാ നബിയുടെ മരണത്തിന് കാരണമായ രോഗത്തിൽ അവസാന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, യാ ആയിഷ, ഓ ആയിഷ, മാ അസാലു അജിദു അലമ الطعام الذي أكلت بخيبر. ഖൈബറിൽ വെച്ച് ഞാൻ ആ കഴിച്ച ഭക്ഷണത്തിന്റെ വേദന ഞാനിതാ ഇപ്പോഴും അനുഭവിക്കുന്നു. فهذا أوان وجدت انقطاع أبهري من ذلك السم. ആ വിഷം കാരണത്താൽ എന്റെ അബ്ഹർ അത് പൊട്ടിപ്പോകുന്നതായി ഇതാ എനിക്കിപ്പോൾ മനസ്സിലായിരിക്കും. അതിന്റെ സമയമാണ്. അബ്ഹർ എന്ന് പറഞ്ഞാൽ പിൻഭാഗത്ത് നിന്ന്, ഒരാളുടെ മുതുക് ഭാഗത്ത് നിന്ന് വരുന്ന ഹൃദയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഞരമ്പാണ്. അത് മുറിഞ്ഞാൽ പിന്നെ ആള് ജീവിക്കുകയില്ല എന്നാണ് അബ്ഹർ. അതിതാ പൊട്ടുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുകൊണ്ട് നോക്കൂ, അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുന്ന് യുദ്ധരണാങ്കണത്തിൽ അല്ല കൊല്ലപ്പെട്ടത് എങ്കിൽ പോലും ഷഹീദിന്റെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായതിന്റെ പ്രതിഫലം കൂടി ഉണ്ട് എന്നത്. യഥാർത്ഥത്തിൽ ശുഹദാക്കളെക്കാൾ സ്ഥാനമുള്ളവരാണ് അള്ളാഹുവിന്റെ നബിമാർ. നോക്കൂ, അള്ളാഹു പറഞ്ഞ തർത്തീബ് എങ്ങനെയാണ്? ശുഹദാക്കളെക്കാൾ മുൻപല്ലേ അള്ളാഹു നബിമാർ പറഞ്ഞത്? ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. അള്ളാഹുനെയും റസൂലിനെയും അനുസരിക്കുന്നവർ അള്ളാഹു അനുഗ്രഹിച്ചവരുടെ കൂടെയായിരിക്കും നാളെ പരലോകത്ത്. നബിമാരുടെയും സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും സാലിഹീങ്ങളുടെയും കൂടെ. വഹസുന ഉലൈക റഫീഖ, അവർ എത്ര നല്ല കൂട്ടുകാരാണ്. നബിമാരെ പറഞ്ഞതിനു ശേഷം സിദ്ദീഖുകളെ പറഞ്ഞു. സിദ്ദീഖുകളാണ് നബിമാർക്ക് തൊട്ട് ഉടനെ സ്ഥാനമുള്ളവർ. അവരുടെ നേതാവാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സത്യസന്ധതയുടെ ഉദാഹരണങ്ങളാണവർ. അതുപോലെ സത്യം ലഭിച്ചാൽ ഒരു സംശയവുമില്ലാതെ ശങ്കിച്ചു നിൽക്കാതെ സ്വീകരിക്കുന്നവരാണവർ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖിനെ കുറിച്ച് പറഞ്ഞത്, ഞാൻ അള്ളാഹുവിന്റെ സന്ദേശവുമായി വന്നപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നോട് പറഞ്ഞു കദബ്ത. അബൂബക്കർ എന്നോട് പറഞ്ഞു സദഖ്ത. ഞാൻ ഈ റിസാലത്തുമായി വന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂലാണ് ഞാൻ എന്ന് പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നോട് എന്ത് പറഞ്ഞു? കദബ്ത. ഞാൻ പറഞ്ഞത് കളവാണെന്ന് പറഞ്ഞു നിങ്ങൾ എല്ലാവരും. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് എന്നോട് പറഞ്ഞു സദഖ്ത, നിങ്ങൾ പറഞ്ഞ സത്യമാണ്. സംശയവുമില്ലാതെ ഒരു ഇഞ്ച് നേരം പോലും, ഒരു നിമിഷം പോലും, അല്ലെങ്കിൽ അതിനേക്കാൾ ചുരുങ്ങിയ നേരം പോലും അബൂബക്കർ സിദ്ദീഖ് സംശയിച്ചിട്ടില്ല. കേട്ടപ്പോൾ ഉടനെ വിശ്വസിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരിക്കൽ പോലും വിശ്വസിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലാണെന്ന് കേട്ടപ്പോൾ അത് സ്വീകരിക്കാൻ ഒരല്പനേരം പോലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സംശയിച്ചു നിന്നിട്ടില്ല. അതുകൊണ്ടാണ് നോക്കൂ, ഇസ്റാ സംഭവിച്ചപ്പോൾ, മിഅ്റാജ് ഉണ്ടായപ്പോൾ ആളുകൾ അബൂബക്കർ സിദ്ദീഖിന്റെ അരികിലേക്ക് വന്നിട്ട് എന്തിനാണ് ഇത് പറയുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയെ നിഷേധിക്കുന്നത്, തള്ളിക്കളയുന്നത് കാണാൻ. എന്താണ് പറയുന്നത്? നിങ്ങളുടെ കൂട്ടുകാരന്റെ പുതിയ വർത്തമാനം കേട്ടില്ലേ? ഇസ്റാ പോയിട്ടുണ്ടത്രേ, ഒരു രാത്രിയിൽ മസ്ജിദുൽ അഖ്സയിലേക്ക് പോയിട്ടുണ്ടത്രേ. അങ്ങനെ പറഞ്ഞോ? അങ്ങനെ പറയാൻ വഴിയില്ലല്ലോ. അതെന്ന് ഞാൻ ചോദിച്ചു നോക്കട്ടെ, ഇങ്ങനെ എന്തെങ്കിലും വേണം അബൂബക്കർ സിദ്ദീഖിന്റെ മറുപടി? അല്ല. എന്താണ് പറഞ്ഞത്? അതെങ്ങാൻ അങ്ങനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ? ഇത് സത്യമാണ്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. അതാണ് സഹോദരങ്ങൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ഉമ്മത്തിൽ മറ്റുള്ളവരെക്കാൾ ഉന്നതമായ സ്ഥാനത്ത് എത്തിയത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ്? ബാഹ്യമായ കർമ്മങ്ങളെക്കാൾ എന്തുകൊണ്ടാണ്? ഈ വിശ്വാസം കൊണ്ടാണ്. കണ്ണിൽ കണ്ടതുപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ അതുപോലെ അതിനേക്കാൾ ഉറപ്പോടെ വിശ്വസിച്ചിരിക്കുന്നു. അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ വിശ്വസിക്കും, അതിൽ സംശയിക്കില്ല.
അതാണ് സഹോദരൻ ആദ്യം നമുക്കുണ്ടാകേണ്ടത്. അതാണ് അമലുകളെക്കാൾ മുൻപേ ആദ്യം നമുക്കുണ്ടാകേണ്ടത് അതാണ്. അള്ളാഹു പറഞ്ഞു സത്യമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സത്യമാണ്, സംശയമില്ലാതെ. അതിൽ പിന്നെ സംശയത്തിന്റെ വകുപ്പില്ല. ആരൊക്കെ അതിനെതിര് പറഞ്ഞാലും, ലോകത്താരെല്ലാം അത് തെറ്റാണെന്ന് പറഞ്ഞാലും, അതിൽ സംശയം ഉന്നയിച്ചാലും, അള്ളാഹു പറഞ്ഞു സത്യമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സത്യമാണ്. ഇതായിരിക്കണം ഒരു മുഅ്മിനിന്റെ നിലപാട്. അതാണ് ഈമാൻ. അതാണ് ഈമാൻ. അതിനാണ് അള്ളാഹുവിന്റെ ഉന്നതമായ സ്ഥാനമുള്ളത്. അതിനുശേഷം സിദ്ദീഖുകൾക്ക് ശേഷം ശുഹദാക്കൾ അള്ളാഹു പറയുകയുണ്ടായി. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധങ്ങളിൽ ജീവൻ പൊലിഞ്ഞവർ. പിന്നീട് സാലിഹുകൾ എന്ന് പറഞ്ഞു. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, സാലിഹുകൾ എന്ന് പറഞ്ഞാൽ ഈ മുമ്പ് പറഞ്ഞവരൊക്കെ അതിൽ ഉൾപ്പെട്ടു. നബിമാരും സിദ്ദീഖുകളും ശുഹദാക്കളും ഒക്കെ സാലിഹുകളാണ്. നബിമാരോ സിദ്ദീഖുകളോ ശുഹദാക്കളോ അല്ലാത്ത സാലിഹുകളും ഉണ്ട്, നല്ലവരായ ആളുകൾ, അള്ളാഹുവിനെ സൂക്ഷിച്ച് നല്ല രൂപത്തിൽ ജീവിച്ചവർ. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഷഹാദത്തിന്റെ പദവി കൂടി ഉണ്ട് എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം സാദുൽ മആദിൽ പറയുകയുണ്ടായി. വകാന ബഖിയ അസറുഹാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നബിയുടെ ശരീരത്തിൽ ആ വിഷത്തിന്റെ സ്വാധീനം, അതിന്റെ അംശം ബാക്കി നിന്നു. മഅ ضعفിഹി, പക്ഷെ അത് അത്രമാത്രം ശക്തമായിരുന്നില്ല. ലിമാ യുരീദുല്ലാഹു സുബ്ഹാനഹു മിൻ തക്മീലി മറാതിബിൽ ഫദ്ലി കുല്ലിഹാ ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ശ്രേഷ്ഠതയുടെ പദവികളും എല്ലാ ദറജകളും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കാൻ വേണ്ടി ആ വിശാംശം അവിടെ ബാക്കി നിന്നു. ഫലമ്മ അറാദല്ലാഹു ഇക്റാമഹു ബിശ്ശഹാദ, ഷഹാദത്ത് രക്തസാക്ഷിത്വം കൂടി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകാൻ ഉദ്ദേശിച്ചപ്പോൾ ളഹറ തഅസീറു ദാലികൽ അസരിൽ കാമിൽ മിനസ് സും, ആ വിഷത്തിന്റെ മറഞ്ഞുകിടന്ന സ്വാധീനം വെളിപ്പെട്ടു. ലിയഖ്ദി അല്ലാഹു അംറൻ കാന മഫഊല, ഒരു സംശയവുമില്ല, അള്ളാഹു തീരുമാനിച്ച കാര്യം നടപ്പിലാക്കാൻ വേണ്ടി വഫാത്തിന്റെ വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ വിഷത്തിന്റെ പ്രയാസം കൂടി അനുഭവിക്കേണ്ടി വന്നു. അതിലൂടെ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഷഹാദത്ത് കൂടി രക്തസാക്ഷിത്വം കൂടി നൽകിയിരിക്കുന്നു എന്നാണ്. ഈ ഖൈബറിൽ ഈ സംഭവങ്ങൾക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ വിജയിച്ചടക്കിയതിനു ശേഷം മറ്റു ചില പ്രദേശങ്ങൾ കൂടി, യഹൂദികൾ തന്നെ താമസിച്ചിരുന്ന മറ്റു ചില പ്രദേശങ്ങളിൽ കൂടി ചെല്ലുകയുണ്ടായി. അതിലൊന്നാണ് ഫദക് എന്നു പേരുള്ള ഒരു സ്ഥലം. ഫദക്കിലുള്ള യഹൂദികൾ, ഖൈബറിലുള്ള യഹൂദികൾ ഏതൊരു ഒത്തുതീർപ്പിലാണോ നബിയുമായി എത്തിയത്, കാരണം ഖൈബറിൽ ഒടുവിൽ യഹൂദികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സുൽഹിലെത്തിയിട്ടുണ്ട്. അവരവിടെ താമസിക്കാൻ അനുവദിക്കുക, എന്നിട്ട് അവർ കൃഷി ചെയ്യും, മുസ്ലിമീങ്ങൾക്ക് അതിന്റെ പകുതി നൽകും. ഇതുപോലെ ഫദക്കിലെ യഹൂദികളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കരാർ ചെയ്തു. അതുപോലെ വാദിൽ ഖുറ എന്നു പേരുള്ള മറ്റൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജയിച്ചടക്കി. അതുപോലെ തൈമ എന്നു പേരുള്ള മറ്റൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ യഹൂദികളാണ്. അവിടെയുള്ള യഹൂദികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സുൽഹിൽ ഏർപ്പെട്ടു. അവരും സന്ധിയിൽ ഏർപ്പെടുകയുണ്ടായി. ഖൈബറിന്റെ തൊട്ടുടനെ നടന്നതാണ്. ഈ സ്ഥലങ്ങളിൽ, ഈ പ്രദേശങ്ങളിൽ മുസ്ലിമീങ്ങൾ ഈ രൂപത്തിൽ അവിടെ എല്ലാം വിജയം നേടുകയുണ്ടായി. ഖൈബറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് യഹൂദികൾ താമസിച്ചു. പിന്നീട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അവരെ പൂർണ്ണമായി അവിടെ നിന്ന് നാടുകടത്തുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാര്യം ആദ്യമേ സൂചിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാര്യം ആദ്യമേ സൂചിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ വഞ്ചനകളിലേക്കും കുഴപ്പങ്ങളിലേക്കും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അവർ കടക്കുകയുണ്ടായി. അബ്ദുല്ലാഹ് ബിൻ ഉമറിന്റെ മകൻ ഒരു ദിവസം ഖൈബറിൽ ചെന്നു. അബ്ദുല്ലാഹ് ബിൻ ഉമറിന്റെ സ്വത്തുണ്ട് അവിടെ. പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ കൈകൾ, ശരീരാവയവങ്ങളൊക്കെ തല്ലി ഒടിച്ചിട്ടുണ്ട് യഹൂദികൾ. ഈ രൂപത്തിൽ മുസ്ലിമീങ്ങളെ ദ്രോഹിക്കുന്ന പല രൂപത്തിലുള്ള ഗൂഢമായ പ്രവർത്തനങ്ങൾ യഹൂദികൾ ചെയ്യുക കൂടി ഉണ്ടായപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് പറഞ്ഞത് നടപ്പിലാക്കി. യഹൂദികളെ വിളിച്ചിട്ട് ഉമർ പറയുകയും ചെയ്തു, എന്ത്, ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ
അവിടെ പുറത്താക്കുന്ന രംഗം നബി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അവർ പറഞ്ഞു, നിങ്ങൾ എങ്ങനെയാണ്? അബുൽ ഖാസിം ഞങ്ങളുടെ കൂടെ നിൽക്കാൻ അനുവദിച്ചു, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് പുറത്താക്കുക? ഉമറിനോട് പറഞ്ഞു. ഉമർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ്, യഹൂദികൾ ഖൈബറിൽ നിന്ന് പുറത്താക്കുന്ന ഹദീസ് പറഞ്ഞു കൊടുത്തു, ബുഖാരിയിലുള്ളതാണ്. അപ്പൊ യഹൂദി പറഞ്ഞു, ഇന്നമാ കാനത് ഹുസൈലതൻ മിൻ അബുൽ ഖാസിം. അത് അബുൽ ഖാസിം ഒരു തമാശ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തമാശ പറഞ്ഞു, ബുഖാരിയിലുള്ളതാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അയാൾക്ക് തക്കതായ മറുപടി പറഞ്ഞ് അവരെ ഖൈബറിൽ നിന്ന് നാടുകടത്തുകയുണ്ടായി. ഇതിനുശേഷം ഖൈബർ വിജയത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ തിരിച്ചെത്തിയിട്ടാണ് നബിയുടെ ഭാര്യയായ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുമായി വീടുകൂടിയത്. അവരുടെ കൂടെ അവരുടെ ദാമ്പത്യ ബന്ധം ആരംഭിച്ചു. റളിയല്ലാഹു അൻഹ സല്ലല്ലാഹു അലാ നബിയിന വസല്ലം. ഉമ്മു ഹബീബയുമായുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹം നടന്നത് ഇവിടെ വെച്ചാണ്. എവിടെ വെച്ചാണ്? അയ്യോ, ബറക്കല്ലാഹു ഫീക്. നജ്ജാശിയുടെ നാട്ടിൽ വെച്ച്, അഥവാ അബ്സീനയിൽ വെച്ച്. നജ്ജാശിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അവരുടെ മഹർ നൽകിയത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഇത്രയേറെ മഹർ ലഭിച്ചവർ ആരും ഉണ്ടായിട്ടില്ല. കാരണം കൊടുത്തത് രാജാവാണ്, ഭരണാധികാരിയാണ്. അദ്ദേഹം കൊടുക്കുമ്പോൾ എന്തായാലും കുറെ അധികം ഉണ്ടാകും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഏറ്റവും അധികം മഹർ ലഭിച്ചത് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹക്കാണ്. അവരുടെ ആദ്യത്തെ ഭർത്താവ് ഉബൈദുല്ലാഹ് ബിൻ ജഹ്ഷ് ഹബശയിൽ വെച്ച് മരണപ്പെട്ടു. അതിനുശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം ചെയ്തത്. അവരുടെ പേര് റംല എന്നായിരുന്നു. ആരുടെ മകളാണ് അവർ? അബൂ സുഫിയാന്റെ മകളാണ്. പക്ഷെ അബൂ സുഫിയാൻ മുസ്ലിം ആകുന്നതിന് മുൻപേ മകളായ ഉമ്മു ഹബീബ റംല റളിയല്ലാഹു അൻഹ മുസ്ലിം ആവുകയുണ്ടായി. പിന്നീട് നജാഷിയുടെ നാട്ടിൽ നിന്ന് അബ്സീനയിൽ നിന്ന് വന്ന ആളുകളുടെ കൂട്ടത്തിൽ അവരും ഉണ്ടായിരുന്നു, ഉമ്മു ഹബീബയും ഉണ്ടായിരുന്നു. അവർ മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാത്തിരിക്കാൻ നബി ഖൈബറിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ അവരുമായി വീട് കൂടുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ നബിയുമായി ഏറ്റവും അടുത്ത കുടുംബ ബന്ധമുള്ളത് ഉമ്മു ഹബീബക്കാണ് റളിയല്ലാഹു അൻഹ. കാരണം അവർ അബൂ സുഫിയാന്റെ മകളാണ്. അബൂ സുഫിയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി അടുത്ത കുടുംബ ബന്ധമുള്ള ആളാണ്. അതുകൊണ്ടാണ് ഹിറഖൽ രാജാവ് അവിടെ ഷാമിൽ ഉണ്ടായിരുന്ന അറബികളെ വിളിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചില ചോദ്യങ്ങൾ ചോദിച്ച സംഭവം വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ അബൂ സുഫിയാനാണ് അതിന് ഉത്തരം പറഞ്ഞത്. എന്താണ് കാരണം? ഹിറഖൽ ആദ്യം ചോദിച്ചു, ഈ കൂട്ടരിൽ നബിയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളത് ആർക്കാണ്? അബൂ സുഫിയാൻ പറഞ്ഞു, എനിക്കാണ്. അബൂ സുഫിയാനെ മുന്നിൽ നിർത്തി. എന്നിട്ട് അബൂ സുഫിയാനോടായിരുന്നു ചോദ്യങ്ങൾ. നബിയുടെ അടയാളങ്ങൾ ചോദിച്ചു. ആരാണ് നബിയെ പിൻപറ്റുന്നത്? ദരിദ്രരാണോ അതല്ല ധനികരാണോ? അവരുടെ എണ്ണം കൂടുകയാണോ കുറയുകയാണോ? നിങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടായിട്ടുണ്ടോ? ആരാണ് വിജയിക്കുന്നത്? അദ്ദേഹം വഞ്ചിക്കുമോ? കളവ് പറഞ്ഞിട്ടുണ്ടോ മുമ്പ്? ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ഒടുവിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ യഥാർത്ഥ നബിയാണ് എന്ന് തനിക്ക് മനസ്സിലായി എന്ന കാര്യം, എന്റെ ഈ കാലുകൾ നിൽക്കുന്ന സ്ഥലം കൂടി അദ്ദേഹത്തിന്റെ കീഴിൽ വരും എന്നെല്ലാം ഹിറഖൽ പറഞ്ഞത്. ഹിറഖൽ മുസ്ലിം ആയിട്ടൊന്നുമില്ല. അയാൾ തന്റെ അധികാരത്തിനു വേണ്ടി ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. ദുനിയാവിലെ തുച്ഛമായ അധികാരത്തിനു വേണ്ടി ഈ ലോകത്തെയും പരലോകത്തെയും സൗഭാഗ്യം അയാൾ ഒലിച്ചെറിഞ്ഞു. പക്ഷെ ഹിറഖൽ അയാൾക്കറിയാമായിരുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ യഥാർത്ഥ റസൂലാണ് എന്ന്. അതറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല, മറിച്ച് അത് സാക്ഷ്യം വഹിക്കാൻ ഒരാൾ തയ്യാറായാൽ മാത്രമേ ഒരാൾ മുസ്ലിം ആവുകയുള്ളൂ. അവിടെ ഹിറഖൽ ചോദിച്ചിരുന്നു, ആരാണ് അടുത്ത ബന്ധമുള്ള ആൾ നബിയുമായി? അപ്പൊ ആരാണ് മുന്നിൽ വന്നത്? അബൂ സുഫിയാൻ. അതുകൊണ്ട് ഉമ്മു ഹബീബയാണ് റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഏറ്റവും അടുത്ത കുടുംബ ബന്ധമുള്ള നബിയുടെ ഭാര്യ. അതുപോലെ മറ്റൊരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും അധികം മഹർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള വിവാഹത്തിൽ ലഭിച്ചത് ഉമ്മു ഹബീബക്കാണ്. അതുപോലെ ഇത്രയും ദൂരെ ഉള്ളൊരു നാട്ടിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്ത മറ്റൊരു ഭാര്യയില്ല. അത് വക്കീലിനെ ഏൽപ്പിച്ചിട്ടാണ് വിവാഹം ചെയ്തത്. വിവാഹത്തിന് വലിയനും അതുപോലെ വരനും വേണമെങ്കിൽ എന്തു ചെയ്യാം? മറ്റൊരാളെ വക്കാലത്ത് ഏൽപ്പിക്കാം. എനിക്ക് പകരം നീ എന്തു ചെയ്യണം? എന്റെ മകളെ ഇന്നാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കണം എന്നൊരാളെ മറ്റൊരാൾക്ക് പറഞ്ഞേൽപ്പിക്കാം, വക്കാലത്ത് ഏൽപ്പിക്കാം. അതിന് ബന്ധുവാകണമെന്നോ
അല്ലെങ്കിൽ പെണ്ണിന്റെ വലിയാകുന്ന ആൾക്കുണ്ടാകേണ്ട ബന്ധം പെണ്ണുമായി ഉണ്ടാകണമെന്നോ നിബന്ധന. അത് ആരാലും കുഴപ്പമില്ല, കാരണം അത് വക്കാലത്താണ്. അത് ആളെ ഏൽപ്പിക്കണം, പറഞ്ഞേൽപ്പിക്കണം. വക്കീലിന് അസീലിന്റെ സ്ഥാനമാണ്. അസീൽ ആരാണ്? യഥാർത്ഥ വലിയാണ്. പെണ്ണിന്റെ വലി എന്ന് പറഞ്ഞാൽ അത് പെണ്ണിന്റെ ഉപ്പയുടെ ഉപ്പ, സഹോദരൻ, പിതൃ സഹോദരൻ, ഇങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ പെണ്ണിന്റെ വലികളാകാൻ സാധിക്കുകയുള്ളൂ. ഏറ്റവും അടുത്ത വലിയില്ലെങ്കിൽ അടുത്ത ആൾ ഈ രൂപത്തിൽ. പക്ഷെ വക്കാലത്ത് ഒരാൾക്ക് ആരെ വേണമെങ്കിൽ ഏൽപ്പിക്കാം. ഇതൊരു ബന്ധു ആകണമെന്ന് വരെ ഇല്ല. അത് ഇദ്ദേഹം ഏൽപ്പിക്കുന്നതാണ്. മനസ്സിലായില്ലേ? അത് ഇദ്ദേഹം ഏൽപ്പിക്കുന്നതാണ്. അപ്പൊ അദ്ദേഹം നടത്തുന്ന പോലെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് വരനും. വരൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം? തനിക്ക് വേണ്ടി നിക്കാഹ് സ്വീകരിക്കാൻ മറ്റൊരാളെ പറഞ്ഞേൽപ്പിക്കാം, വക്കാലത്ത് ഏൽപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ വക്കാലത്ത് നിന്നുകൊണ്ടാണ് അവിടെ ഉമ്മു ഹബീബയെ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തിട്ടുള്ളത്. അവർക്ക് ആ സമയത്ത് 30-ലധികം വയസ്സ് പ്രായമുണ്ടായിരുന്നു. പിന്നീട് ഹിജറ 44-ാം വർഷം അവരുടെ സഹോദരൻ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത്, ഭരണകാലത്താണ് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ മരണപ്പെടുന്നത്. ഉമ്മു ഹബീബയുടെ സഹോദരനായ ഖലീഫ മുആവിയ ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുമ വഅർദാഹുമ, മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്താണ് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ മരണപ്പെടുന്നത്, ഹിജറ 44-ൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഖൈബർ യുദ്ധത്തിന് ശേഷമുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട സൈനിക നീക്കമാണ് ദാത്തുർ റിഖാ എന്നു പേരുള്ള ഒരു യുദ്ധം. ദാത്തുർ റിഖാ ഈ യുദ്ധത്തിന്റെ ഇത് നടന്ന വർഷം ഏതാണ് എന്നതിൽ ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഒരഭിപ്രായം അത് ഖൈബറിന് മുമ്പാണ്, ഖന്തഖിന് മുൻപാണ് എന്നാണ്. പക്ഷേ ഇമാം ബുഖാരി, അതുപോലെ ഇമാം ഇബ്നുൽ ഖയ്യിം, ഇബ്നു ഹജർ ഇവരൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഇത് ഖൈബറിന് ശേഷമാണ് ഈ യുദ്ധം നടന്നത് എന്നാണ്. അല്ലാഹു അലം, അതാണ് കൂടുതൽ സഹീഹ്. ദാത്തുർ റിഖാ യുദ്ധം എന്തുകൊണ്ടാണത്? കാരണം ദാത്തുർ റിഖാ യുദ്ധത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പങ്കെടുത്തിട്ടുണ്ട്, അതുപോലെ അബൂ മുസ അശ്അരി പങ്കെടുത്തിട്ടുണ്ട്. ഇവരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വന്നു ചേരുന്നത് ഏത് യുദ്ധത്തിന്റെ സമയത്താണ്? ഖൈബർ. അതുകൊണ്ട് തന്നെ അവരുണ്ടായിരുന്നു എന്നത് കൊണ്ട് ഖൈബറിന് ശേഷമാണ് നടന്നത് ദാത്തുർ റിഖാ യുദ്ധം. മറ്റൊരു കാരണം, ഈ ദാത്തുർ റിഖാ യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തുൽ ഖൗഫ്, ഭയപ്പാടിന്റെ സന്ദർഭത്തിൽ നിസ്കാരം നിർവഹിച്ചിരുന്നു. യുദ്ധസമയത്ത് നിസ്കാരം ഞാൻ മുമ്പ് പറഞ്ഞിട്ട് അതിന് പല രൂപങ്ങളുണ്ട്. അതിലൊരു രൂപം എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 നിസ്കരിച്ചു. പക്ഷെ നബിയുടെ പിന്നിലുള്ള സഹാബിമാർ 2 കൂട്ടം ആളുകളായി, 2 വിഭാഗമായി വന്നു. ഒരു കൂട്ടർ 2 നിസ്കരിച്ചു, മറ്റൊരു കൂട്ടർ 2. അവർക്ക് 2 റക്അത്താണ് നമസ്കാരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 4. ഇത് യുദ്ധത്തിന്റെ വേളയിലെ നമസ്കാരത്തിന് ഒരു രൂപമാണ്. ഇത് പല രൂപങ്ങളുണ്ട്. ഈ രൂപത്തിൽ ദാത്തുർ റിഖാ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ആ നിസ്കാരം നിർവഹിച്ചു. അതും ഇത് പിന്നീട് നടന്നതാണ് എന്നുള്ള തെളിവാണ്. കാരണം ഖന്തഖ് യുദ്ധത്തിന് മുമ്പാണ് എങ്കിൽ ഖന്തഖിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അസ്ർ നിസ്കാരം നഷ്ടപ്പെട്ട ചരിത്രം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. സലാത്തുൽ ഖൗഫ്, ഭീതി സമയത്തെ, പേടിയുള്ള സമയത്തെ, യുദ്ധ സമയത്തുള്ള നിസ്കാരം അന്നുണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് അസ്ർ നഷ്ടപ്പെടുമായിരുന്നില്ല. അസ്ർ അവർക്ക് നഷ്ടപ്പെടുമായിരുന്നില്ല. അന്ന് അത് നിയമമാക്കിയിട്ടില്ല എന്നതുകൊണ്ടാണ്. ഇതുകൊണ്ടെല്ലാം നമുക്ക് മനസ്സിലാക്കാം ദാത്തുർ റിഖാ എന്ന് പറയുന്ന യുദ്ധം പിൽക്കാലത്താണ് നടന്നത്, ഖന്തഖിന് ശേഷമാണ്. അത് ഖൈബറിനും ശേഷമാണ് നടന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇതിന് ദാത്തുർ റിഖാ എന്ന് പേര് വന്നത്? റിഖാ എന്ന് പറഞ്ഞാൽ തുണി എന്നാണ് അർത്ഥം. അങ്ങനെ പേര് വരാനുള്ള കാരണം ആ യുദ്ധത്തിൽ 400-700 ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ഒട്ടകങ്ങൾ വളരെ കുറവായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ അത്ര മാത്രമേ ഒട്ടകങ്ങൾ കൂടെ അവർ കൊണ്ടുപോയിരുന്നുള്ളൂ. 6 പേർക്ക് ഒരൊട്ടകം. അപ്പൊ അവരെന്ത് ചെയ്യും? ഊഴം വെച്ച് അതിൽ കയറും. അപ്പൊ സ്വാഭാവികമായും കുറെ നടക്കേണ്ടി വരും. അങ്ങനെ നടന്ന് അവരുടെ കാലുകൾക്ക് മുറിവ് പറ്റി, നഖമൊക്കെ ഇളകിപ്പോയി.
അങ്ങനെ കാലിൽ തുണി ചുറ്റിയിട്ടാണ് അവർ പലരും യാത്ര ചെയ്തത്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു അത് വിവരിക്കുന്ന ഹദീസുകൾ വന്നിട്ടുണ്ട്. അതാണ് ദാത്തുർ റിഖാ എന്ന് ആ യുദ്ധത്തിന് പേര് വരാനുള്ള കാരണമായി പറയപ്പെടുന്നു. വേറെയും ചില കാരണങ്ങൾ പറയപ്പെടുന്നുണ്ട്. ഇങ്ങനെ അവർ ഈ യുദ്ധത്തിന് പുറപ്പെട്ടു. അതിനുള്ള കാരണം നഖ്ല എന്നു പേരുള്ള ഒരു സ്ഥലത്ത് ചില ഗോത്രങ്ങൾ മുസ്ലിമീങ്ങൾക്കെതിരിൽ സംഘടിക്കുന്നതായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരം കിട്ടി. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നേരിടാൻ വേണ്ടി പുറപ്പെട്ടത്. പക്ഷെ അവിടെ എത്തുമ്പോഴേക്കും അവർ പല ഭാഗങ്ങളിലായി പോയി ഒളിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മുസ്ലിമീങ്ങൾക്കും അവരിലെ ചില ആളുകളെ ബന്ദികളാക്കി അടിമകളാക്കി പിടിക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. യുദ്ധം കാര്യമായി ഉണ്ടായില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും തിരിച്ച് മദീനയിലേക്ക് പുറപ്പെട്ടു. ഈ യാത്രക്കിടയിൽ ഉണ്ടായ ചില സംഭവങ്ങളുണ്ട്. അതിനിടയിലാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠരായ രണ്ട് സഹാബിമാർ, ഒന്ന് അബ്ബാദ് ഇബ്നു ബിശ്ർ, മറ്റൊന്ന് അമ്മാർ ഇബ്നു യാസിർ, ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു സംഭവം ഉണ്ടായത്. അതെന്താ? അഥവാ ഇവ മുസ്ലിമീങ്ങൾ തടവിലാക്കിയ ഒരു തടവുകാരിയുടെ ഭർത്താവ് മുസ്ലിമീങ്ങളോട് പകരം വീട്ടാൻ വേണ്ടി പിന്നാലെ പുറപ്പെട്ടു. അയാൾ മുസ്ലിമീങ്ങളുടെ രക്തം ചിന്താതെ ഞാൻ അടങ്ങുകയില്ല എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അങ്ങനെ മുസ്ലിമീങ്ങൾ ഒരു സ്ഥലത്ത് നിന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാണ് ഇവിടെ കാവൽ നിൽക്കുക? ഇന്ന് നമുക്ക് ആരാണ് കാവൽ നിൽക്കുക? അത് രാത്രിയാണ്. ഈ രണ്ട് സഹാബിമാരാണ് കാവൽ നിൽക്കാൻ മുന്നോട്ട് വന്നത്, അബ്ബാദ് ഇബ്നു ബിശ്റും അതുപോലെ അമ്മാർ ഇബ്നു യാസിറും. ഒരാൾ മുഹാജിറാണ്, ഒരാൾ അൻസാരിയാണ്. ആരാണ് ഇതിൽ മുഹാജിർ? അമ്മാർ ഇബ്നു യാസിർ, അബ്ബാദ് ഇബ്നു ബിശ്ർ. പറയുക, ആരാണ് മുഹാജിർ? ആ സഹാബി ആരായിരിക്കും? അമ്മാർ ഇബ്നു യാസിർ. ബറകല്ലാഹു ഫീക്. അമ്മാർ ഇബ്നു യാസിർ മുഹാജിറാണ്, സഹാബിയാണ്. അബ്ബാദ് ഇബ്നു ബിശ്ർ അൻസാറിയായ സഹാബിയാണ്. അബ്ബാദ് ഇബ്നു ബിശ്ർ എന്ന സഹാബിയുടെ വേറെയും അത്ഭുത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അബ്ബാദ് ഇബ്നു ബിശ്റും അതുപോലെ ഉസൈദ് ഇബ്നു ഹുദൈറും, ഈ രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോഴാണ് വെളിച്ചം അവരുടെ മുന്നിൽ വന്ന സംഭവം ഉണ്ടായത്. കേട്ടിട്ടുണ്ടെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മജ്ലിസിൽ നിന്ന് അവർ അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇരുട്ടുള്ള രാത്രിയാണ്. എന്നാൽ അവരുടെ മുന്നിൽ ഒരു വെളിച്ചം വരികയാണ്. ആ വെളിച്ചത്തിൽ അവർക്ക് സുന്ദരമായി നടന്നു പോകാൻ സാധിച്ചു. എന്നിട്ട് രണ്ടുപേരുടെയും വീടുകളിലേക്ക് പോകേണ്ട രണ്ടുപേരും രണ്ടു വഴിക്കായി പിരിയേണ്ട സന്ദർഭം എത്തി. വെളിച്ചവും രണ്ടായി പിരിഞ്ഞു. രണ്ടുപേർക്ക് അവരുടെ വീടുകൾ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെളിച്ചം നൽകി. ഇങ്ങനെ കറാമത്തുകൾ സഹിഹായ ഹദീസുകളിൽ സഹിഹായ സനദോടെ നമുക്ക് വന്നു കിട്ടിയിട്ടുള്ള സഹാബിമാരാണ്. അവരിൽ ഒരാളാണ് അബ്ബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹു, മറ്റൊരാൾ ഉസൈദ് ഇബ്നു ഹുദൈർ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാവൽ നിൽക്കാൻ പറഞ്ഞപ്പോൾ കാവൽ നിന്നത് ആരൊക്കെയാണ്? അബ്ബാദ് ഇബ്നു ബിശ്റും അതുപോലെ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുമാ. അങ്ങനെ അവർ രണ്ടുപേരും കാവൽ നിൽക്കുമ്പോൾ ഇവർ രണ്ടുപേരും പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. ഒരാൾ രാത്രിയുടെ ആദ്യ ഭാഗത്ത് കാവൽ നിൽക്കട്ടെ, ആ സമയത്ത് മറ്റാൾക്ക് ഉറങ്ങാം. എന്നിട്ട് മറ്റാൾ എഴുന്നേൽക്കുമ്പോൾ ആദ്യത്തെ ആൾ ഉറങ്ങട്ടെ. ഈ രൂപത്തിൽ അവർ പരസ്പരം ധാരണയിലെത്തി. അങ്ങനെ അബ്ബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ ആരംഭിച്ചു. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ഉറങ്ങുകയാണ്. ഉറങ്ങുന്ന സമയത്ത് അബ്ബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്ന സമയത്ത് അതാ ഈ നേരത്തെ ഞാൻ പറഞ്ഞ മുസ്ലിമീങ്ങളോട് പകരം വീട്ടാൻ വേണ്ടി പുറപ്പെട്ട ആൾ വരികയാണ്. അയാൾ വന്ന് നോക്കുമ്പോൾ കാണുന്നത് ഈ രണ്ടുപേരെയാണ്. രണ്ടുപേർ അവിടെ മുസ്ലിമീങ്ങളുടെ സൈന്യത്തിൽപ്പെട്ട ആളാണ് എന്ന് ഇയാൾക്ക് മനസ്സിലായി. ഇദ്ദേഹം എന്ത് ചെയ്തു? ഈ മുശ്രിക്കായ ആൾ അമ്പ് ചെയ്ത സമയത്ത് അബ്ബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹു നിസ്കരിക്കുമ്പോൾ അമ്പ് വന്ന് തറച്ചു. അബൂദാവൂദിന്റെ സുനനിൽ ഈ സംഭവം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് സ്ഥിരപ്പെട്ട സനദോടെ. അമ്പ് നിസ്കരിക്കവേ അബ്ബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ വന്ന് തറച്ചു. അബ്ബാദ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഫനസഅഹു, ഊരിയെടുത്തു. നിസ്കാരം മുറിച്ചിട്ടില്ല, നിസ്കാരം തുടരുകയാണ്. ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഹത്താ റമാഹു ബിസലാസതി അസ്ഹം, 3 അമ്പുകൾ
നിസ്കാരത്തിൽ വന്ന് തറച്ചു. ثم ركع وسجد, എന്നിട്ട് റുകൂഉം സുജൂദും വീണ്ടും നിർവഹിക്കുകയാണ്. ثم انتدب صاحبه, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. فلما عرف انهم قد نذروا به هرب, ഈ രണ്ടാളുകളും തന്നെ കണ്ടിട്ടുണ്ട് എന്ന് മനസ്സിലായപ്പോൾ ഇയാൾ അമ്പെയ്ത മുശ്രിക്കായ ആൾ ഓടി രക്ഷപ്പെട്ടു കളഞ്ഞു. ولما راى المهاجري ما بالانصاره من الدم, മുഹാജിറായ സഹാബി അമ്മാർ ഇബ്നു യാസിർ അബ്ബാദ് ബിൻ ബിശ്റിനെ ഇങ്ങനെ രക്തം പുരണ്ട നിലയിൽ കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് അലാ അംബഹ്തനി അവ്വല മാ റമാ, ആദ്യം അയാൾ അമ്പെയ്തപ്പോൾ തന്നെ എന്നെ വിളിച്ചുകൂടായിരുന്നു? അബ്ബാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ മറുപടി നിങ്ങൾ ശ്രദ്ധിക്കുക. കുൻതു ഫീ സൂറത്തിൻ അഖ്റഉഹാ, ഞാൻ ഒരു സൂറത്ത് പാരായണം ചെയ്യുകയായിരുന്നു. ഫലം ഉഹിബ്ബ അൻ അഖ്തഅഹ, പകുതിക്ക് വെച്ച് മുറിക്കാൻ എനിക്ക് തോന്നിയില്ല, അത് ഞാൻ ഇഷ്ടപ്പെട്ടില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അവൾ ചിന്തിച്ചു നോക്കുക, ഇതൊന്നും അവർ ഒരു നാട്യമായോ അല്ലെങ്കിൽ ഒരു അവർക്ക് സാധിക്കാത്ത കാര്യമായോ ഒന്നും ചെയ്തതല്ല. അവർ അഭിനയം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ആളുകളാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ സഹാബത്താരാണ്, ഇന്നഹും കാനൂ അബറ ഹാദിഹിൽ ഉമ്മത്തി ഖുലൂബ വഅഅമഖഹാ ഇൽമ വഅഖല്ലഹാ തകല്ലുഫ, ഈ ഉമ്മത്തിൽ ഏറ്റവും നന്മ നിറഞ്ഞ ഹൃദയങ്ങൾ അവരുടേതായിരുന്നു, ഏറ്റവും ആഴമേറിയ വിജ്ഞാനം അവരുടേതാണ്. തീരെ നാട്യമില്ലാത്തവരാണ് അവർ, അഭിനയമില്ല. മറിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം എന്ന് പറഞ്ഞാൽ അവരുടെ കൺകുളിർമയാണ്. അല്ലാഹുവിന്റെ കലാം പാരായണം ചെയ്യുക എന്നാൽ അതിൽ അവർക്ക് അങ്ങേയറ്റ മധുരം കാണുന്നവരാണ് അവർ. മനസ്സിലായില്ലേ? ദുനിയാവിന്റെ ചില കാര്യങ്ങളിൽ മുഴുകിയ ചില ആളുകൾ എന്തു വന്ന് സംഭവിച്ചാലും ചിലപ്പോൾ അതിൽ നിന്ന് തിരിയുകയില്ല. ചില പ്രായമുള്ള ആളുകൾ പറയാറുണ്ട്, പണ്ട് ഈ ചീട്ടുകളി വ്യാപകമായ കാലം, ചീട്ട് കളിക്കുന്ന ഒരുവൻ അതിൽ മുഴുകിയാൽ, അതിന്റെ അടിമയായ ഒരുത്തൻ അതിൽ മുഴുകിയാൽ അവനോട് വന്നിട്ട് അതിന്റെ ഉമ്മ മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും എഴുന്നേക്കൂല, ഇത് കളിച്ചിട്ട് വരാൻ പറയും. കാരണം അവൻ ആ ഷർറിൽ അലിഞ്ഞു ചേർന്നവനാണ്, അവൻ അതാണ് ഏറ്റവും വലുത്. എന്നാൽ നമ്മുടെ മുൻഗാമികൾ അവർക്ക് ഈ നന്മകളോടാണ് അങ്ങേയറ്റത്തെ താല്പര്യം, ഈ ഷർറുകളോടല്ല. ഒരു കാര്യം അങ്ങേയറ്റത്തെ മഹബത്ത് ആയി തീർന്നാൽ പിന്നെ അവർ മറ്റൊന്നും അതിന് തടസ്സമാവുകയില്ല. അത് ഷർറാണെങ്കിൽ ഷർറ്, ഖൈറാണെങ്കിൽ ഖൈർ. ഷർറിനോടാണ് ഒരുത്തൻ ആ മഹബത്ത് നൽകപ്പെട്ടതെങ്കിൽ അങ്ങനെ, പോലെ അയ്യാദു ബില്ലാഹ്, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖൈറിനോടാണെങ്കിൽ അങ്ങനെ. അതുകൊണ്ട് സഹാബത്ത് ഇത് നിസ്കാരത്തിൽ ഖുശൂ ഇല്ലാതെ ആ വേദന ഇങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ച് അങ്ങനെ തുടർന്നതാണ് നിങ്ങൾ വിചാരിക്കരുത്. മറിച്ച് ഇതാണ് ആ മറുപടി. സൂറത്ത് പാരായണം ചെയ്യുകയാണ്. ഫലം ഉഹിബ്ബ അൻ അഖ്തഅഹ, മുറിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല, അതിനോടുള്ള മഹബത്ത് മുഖേന അള്ളാഹുവിന്റെ കലാം പാരായണം ചെയ്യുന്നതിനുള്ള മധുരം, അതിനിടയിൽ ആ വേദന അവർക്ക് നിസാരമായി തോന്നി. ഈ സംഭവം ഇമാം അബൂ ദാവൂദ് തന്റെ സുനനിൽ ഉദ്ധരിച്ചിട്ടുള്ളതാണ് സ്ഥിരപ്പെട്ട സനദോടെ. ഇത് നടന്നത് ദാത്തുർ റിഖാ യുദ്ധത്തിനിടയിലാണ് എന്ന് ഇത് ഉദ്ധരിക്കുന്ന സഹാബി ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. അതുപോലെ ഈ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് പ്രസിദ്ധമായ മറ്റൊരു സംഭവം ഉണ്ടായത്. ഏതാണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ഒരു താഴ്വരയിൽ വിശ്രമിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി നല്ല തണലുള്ള ഒരു മരം അവർ ഒഴിച്ചിട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വിശ്രമിക്കുമ്പോൾ ഒരാൾ വന്ന് നബിയുടെ വാളെടുത്തിട്ട് ചോദിച്ചു, എന്ത്, ആരാണ് നിന്നെ രക്ഷിക്കാനുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അക്ബർ. അയാളുടെ കയ്യിൽ നിന്ന് വാള് താഴെ വീണു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാൾ കയ്യിലെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ വെറുതെ വിട്ടു എന്ന് ഹദീസുകളിൽ കാണാം. ഈ സംഭവം, ഈ പ്രസിദ്ധമായ സംഭവവും ഉണ്ടായത് ദാത്തുർ റിഖാ യുദ്ധത്തിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും തിരിച്ചു വരികയായിരുന്ന വേളയിലാണ്. അതുപോലെ ഈ യാത്ര കഴിഞ്ഞ് വരുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ കഴിഞ്ഞു അല്ലെങ്കിൽ ദാത്തുർ റിഖാ കഴിഞ്ഞു വരുമ്പോഴോ, രണ്ടാമൊരു യുദ്ധം കഴിഞ്ഞു വരുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിറിന്റെ ഒട്ടകം വിലക്ക് വാങ്ങിയത്. ആ സംഭവം വളരെ പ്രസിദ്ധമാണ്. ഹദീസിന്റെ കിതാബുകളിൽ ഒരുപാട് തവണ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളതാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഒട്ടകം നബി വിലക്ക് വാങ്ങിയത്. യാത്ര കഴിഞ്ഞു വരവേ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഒട്ടകം എന്ന് പറയുന്നത് തീരെ വേഗതയില്ലാത്തൊരു ഒട്ടകമായിരുന്നു. എപ്പോഴും ജാബിർ സൈന്യത്തിന്റെ പിന്നിലായിരിക്കും. ഒരിക്കലും ഈ ഒട്ടകം
മര്യാദക്ക് സഞ്ചരിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഒന്ന് അടിച്ചു. ജാബിർ പറയാണ്, പിന്നെ ഞാൻ ആ ഒട്ടകം കൊണ്ട് സൈന്യത്തിന്റെ മുന്നിലാണ്. ആ ഒട്ടകം അത്രയും വേഗത്തിൽ പിന്നെ സഞ്ചരിക്കാൻ തുടങ്ങി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിറിനോട് ചോദിച്ചു, ജാബിർ ഒട്ടകത്തെ വിൽക്കുന്നോ? ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ വിൽക്കുന്നില്ല, വെറുതെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പറ്റില്ല, വിൽക്കുവാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിറിനോട് വിലപേശി എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിറിനോട് വിലപേശി ആ ഒട്ടകം വാങ്ങി. പക്ഷെ ജാബിർ നിബന്ധന വെച്ചു, മദീന വരെ പോകാൻ എനിക്ക് അനുവാദം തരണം, മദീന വരെ ഇതിന് പുറത്ത് സഞ്ചരിക്കാൻ അനുവാദം തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തു. ആ സമയത്താണ് ജാബിറിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്, ജാബിർ വേഗം പോകാൻ, വേഗം മദീനയിലേക്ക് തിരിച്ചു പോകാൻ ഉദ്ദേശിച്ചു. എന്താണ് ജാബിർ പറഞ്ഞു, ഞാൻ വിവാഹം ചെയ്തിട്ടുണ്ട്. ബിക്രൻ ഔ സയ്യിബൻ, ബിക്രിനെയാണോ അതോ കന്യകയായ ഒരു പെണ്ണിനെയാണോ, നേരത്തെ വിവാഹിതയാകാത്ത പെണ്ണിനെയാണോ വിവാഹം ചെയ്തത്? ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, സയ്യിബിനാണ്, നേരത്തെ വിവാഹിതയായിരുന്ന ഒരു പെണ്ണിനെയാണ്, അഥവാ ഭർത്താവ് മരിച്ചതോ വിവാഹമോചിതയോ ആയ പെണ്ണിനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹല്ല ബിക്രൻ തുലാഇബുഹാ വ തുലാഇബുക്, ഒരു കന്യകയായ പെണ്ണിനെ ആയിക്കൂടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കളിതമാശകൾ പങ്കിടാൻ, അതല്ലേ കൂടുതൽ നല്ലത്? അപ്പൊ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, എന്റെ ഉപ്പ ഏത് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്? നിങ്ങൾ കേട്ടിട്ടില്ലേ? ജാബിർ റളിയല്ലാഹു അൻഹു പിതാവ് ഷഹീദായ സംഭവം അള്ളാഹു മറയില്ലാതെ സംസാരിച്ച സഹാബിയാണ് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ. ഏത് യുദ്ധത്തിലാണ്? ഉഹദിൽ. ജാബിറിന്റെ ഉപ്പ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹു അള്ളാഹു മറയില്ലാതെ അദ്ദേഹത്തിന്റെ പിതാവിനോട് സംസാരിച്ചു. അദ്ദേഹം ഷഹീദായതിനു ശേഷം, ദുനിയാവിൽ വെച്ചല്ല, ഷഹീദായതിന് ശേഷം ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് ഉഹദിന്റെ തലേന്ന് ഉപ്പ വിളിച്ചിട്ട് പറഞ്ഞു, അൻത അഅസ്സുൻ നാസി ഇലൈ, മോനെ, എനിക്ക് ആളുകളിൽ ഏറ്റവും വിലമതിക്കുന്നവൻ നീയാണ്. ഞാൻ നാളെ ഉഹദിൽ ആദ്യമാദ്യം കൊല്ലപ്പെടുന്നവരിൽ ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആദ്യം തന്നെ കൊല്ലപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നിന്റെ സഹോദരിമാരെ നീ ശ്രദ്ധിക്കണം. 6 പെങ്ങന്മാരുണ്ടായിരുന്നു എന്നാൽ, അതുപോലെ കുറെ കടവും ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കടം വീട്ടാൻ സഹായിച്ചതും മറ്റും ആ സംഭവമൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജാബിർ റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞു, നബിയെ, ചെറിയ സഹോദരിമാരുണ്ട് എനിക്ക്, അതുകൊണ്ട് ആണ് ഞാൻ നേരത്തെ വിവാഹിതയായ ഒരു പെണ്ണിനെ വിവാഹം ചെയ്തത്. കാരണം അങ്ങനെയുള്ള സ്ത്രീകൾ കുറച്ചുകൂടി പക്വതയുള്ളവരായിരിക്കും. ഈ പെൺകുട്ടികളെ നോക്കാനും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ഒക്കെ ആ പെണ്ണിന് സാധിക്കും. അതേസമയം അവരെ പോലത്തെ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു കൊണ്ടാന്നാലോ ആറിന്റെ കൂടെ ഒന്നുകൂടിയായി എന്നേ ഉണ്ടാവുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മറുപടി പറഞ്ഞപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹുവിനെ അഭിനന്ദിക്കുകയുണ്ടായി. ചെയ്തത് ശരിയാണ് എന്ന് പറഞ്ഞു. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠത അതിലുണ്ട്. കാരണം തന്റെ ഒരു മസ്ലഹത്തിനേക്കാൾ, തന്റെ ഒരു താല്പര്യത്തെക്കാൾ അവിടെ സഹോദരിമാരുടെ താല്പര്യം, അതിന് കൂടുതൽ പ്രാധാന്യം അദ്ദേഹം നൽകി. ആ ഒരു ഖൈർ ജാബിർ റളിയല്ലാഹു അൻഹു സ്വീകരിച്ചു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ശരിവെച്ചു. അതല്ല എങ്കിൽ, അങ്ങനെയുള്ള സന്ദർഭമൊന്നും ഇല്ല എങ്കിൽ ഒരാൾക്ക് വിവാഹം ചെയ്യാൻ കൂടുതൽ നല്ലത് ബിക്റായ, കന്യകയായ ഒരു സ്ത്രീയെയാണ്. അതാണ് വിവാഹബന്ധം കൂടുതൽ ഊഷ്മളമായി നിലനിൽക്കാൻ കൂടുതൽ സാധ്യത അപ്പോഴാണ്. നോക്കൂ നിങ്ങൾ, ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഒട്ടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വിലക്ക് വാങ്ങി. അങ്ങനെ മദീനയിലെത്തിയപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിലയേക്കാൾ കൂടുതൽ ജാബിറിന് നൽകി. കൂടുതൽ ജാബിറിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തിന് ജാബിറിന് കൊടുത്തു. വാങ്ങിയ ഒട്ടകത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിറിന് കൊടുത്തു. വിലയും ഒട്ടകവും ആ മഹാനായ സഹാബിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി. അദ്ദേഹം പറഞ്ഞത് കാണാം, ഞാൻ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് അധികമായി നൽകിയ പണം അത് സൂക്ഷിച്ചു വെച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പണം ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നു. പിന്നീട് യൗമുൽ ഹർറ എന്നറിയപ്പെടുന്ന ഒരു സംഭവം, വളരെ വേദനാജനകമായ ഒരു സംഭവം പിൽക്കാലത്ത് യസീദ് ഇബ്നു മുആവിയയുടെ ഭരണകാലത്ത് ഉണ്ടായിട്ടുണ്ട്. മദീന ഷാമുകാർ ആക്രമിക്കുകയും മറ്റും ചെയ്ത വളരെ പ്രയാസകരമായ ഒരു സംഭവം. ആ സംഭവത്തിൽ മദീനക്കാർക്ക് പല ഉപദ്രവങ്ങളും ഉണ്ടായി. അതിനിടയിൽ ഈ പണവും നഷ്ടപ്പെട്ടു എന്ന് ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതുവരെ ഞാൻ അത് സൂക്ഷിച്ചു, എത്രയോ വർഷങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത് ഞാൻ സൂക്ഷിച്ചു വെച്ചു എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായിട്ടുണ്ട്. നോക്കൂ, ഇതിന് ശേഷം
നടന്ന മറ്റൊരു സുപ്രധാനമായ സംഭവം അത് ഉംറത്തുൽ ഖദാ ആണ്. ഉംറത്തുൽ ഖദാ എന്താണ്? ഉംറത്തുൽ ഖദാ ഹുദൈബിയ സംഭവിച്ചു ഹിജറ 6-ാം വർഷം ദുൽഖഅദ മാസം. ഹുദൈബിയ സന്ധിയിലെ ഒരു വ്യവസ്ഥ എന്താണ്? ഈ വർഷം ഉംറ ചെയ്യരുത്, മറിച്ച് നിങ്ങൾക്ക് ഉംറ ചെയ്യാം. എപ്പോഴാണ്? അടുത്ത വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും മക്കയിൽ ചെന്ന് ഉംറ നിർവഹിച്ച സംഭവമാണ് ഉംറത്തുൽ ഖദാ എന്ന് അറിയപ്പെടുന്നത്. ഉംറത്തുൽ ഖദാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉംറ ഖദാ വീട്ടി എന്നല്ല. കാരണം ഖദാ വീട്ടണമെങ്കിൽ നേരത്തെ കഴിഞ്ഞ വർഷത്തെ ഉംറ ഫസാദായിരിക്കും. അത് ഫസാദാണ്, അത് പൂർണ്ണമായ ഉംറയാണ്. കാരണം തവാഫും സഅയും ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ തടയപ്പെട്ടാൽ അവിടെ വെച്ച് ബലിയറുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത്. അതോടെ അത് പൂർത്തിയായി. അതല്ലാതെ അത് പകുതിക്ക് വെച്ച് മുറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഉംറത്തുൽ ഖദാ എന്ന് പറഞ്ഞാൽ ആ ഉംറ ഖദാ വീട്ടുക എന്നതല്ല അതിന്റെ അർത്ഥം, മറിച്ച് ഇവിടെ ഖദാ എന്ന അർത്ഥം ഉംറത്തുൽ ഖദിയ്യ എന്നാണ്. എന്ന് പറഞ്ഞാൽ മുശ്രിക്കീങ്ങളുമായുള്ള കരാർ പ്രകാരം, കരാർ എന്ന ഖദിയ്യത്തിന് അർത്ഥമുണ്ട്, അത് പ്രകാരം നിർവഹിച്ച ഉംറ, അതാണ് ഇതിന്റെ അർത്ഥം. അതല്ലാതെ ഉംറ ഖദാ വീട്ടിയതാണെന്ന് വിചാരിക്കരുത്. നേരത്തെ ഉംറ അത് പരിപൂർണമായ ഉംറയാണ്, ഇതും ഉംറയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഉംറയിൽ ആ ഉംറയും കൂട്ടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഉംറ ചെയ്തിട്ടുണ്ട്? 4 ഉംറ ചെയ്തിട്ടുണ്ട്. 4 ദുൽഖഅദ മാസത്തിലാണ്. 1 ഹുദൈബിയക്ക് പോയ ഉംറ, 2 ഉംറത്തുൽ ഖദാ, 3 ജഅറാനയിൽ പോയി വന്ന് ചെയ്ത ഉംറ, 4-മത്തേത് ഹജ്ജിന്റെ കൂടെയുള്ള ഉംറ, ഹജ്ജത്തുൽ വദാഇന്റെ കൂടെയുള്ള ഉംറ. ഈ 4 ഉംറയും ഏത് മാസത്തിലായിരുന്നു? ദുൽഖഅദ മാസത്തിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത്. ആ ഉംറയിൽ ഈ ഉംറ പകുതിക്ക് മുറിഞ്ഞിരുന്നെങ്കിൽ കൂട്ടുകയില്ല, പക്ഷെ അതും കൂടി കൂട്ടും. അപ്പൊ ആ ഉംറ പരിപൂർണമായ ഉംറ തന്നെയാണ്. ഇവിടെ അർത്ഥം കരാറിന്റെ ഭാഗമായി ചെയ്ത ഉംറ എന്നാണ്. 2000 സഹാബിമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഈ ഉംറയിൽ പങ്കെടുത്തു. സ്ത്രീകളും കുട്ടികളും അതിനു പുറമെ വേറെ 2000-ഓളം സഹാബിമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഈ ഉംറയിൽ പങ്കെടുത്തിരുന്നു. മദീനയിൽ നിന്ന് അവർ മക്കയിലേക്ക് ഉംറയ്ക്ക് പുറപ്പെടുമ്പോൾ ആയുധവും കരുതിയിരുന്നു. കാരണം മുശ്രിക്കുകൾ ചതിക്കുമെന്ന് അവർക്ക് ആശങ്കയുണ്ട്. എന്നാൽ മക്കയിലേക്ക് പ്രവേശിക്കുമ്പോൾ കരാറിലുള്ളതുപോലെ അവർ ആയുധവുമായി കയറിയില്ല. യാത്രക്കാർ കയ്യിൽ കരുതുന്ന ആയുധം മാത്രമേ കരുതുള്ളൂ. ബാക്കിയൊക്കെ അവിടെ മക്കൾക്ക് പുറത്തൊരു സ്ഥലത്ത് വെച്ചു. അതിന് കാവലിരിക്കാൻ ചില ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ഏർപ്പെടുത്തുകയും ചെയ്തു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അങ്ങനെ ഉംറ ചെയ്യാൻ മക്കയിലേക്ക് തൽബിയത്തൊക്കെ ചൊല്ലിക്കൊണ്ട് പ്രവേശിക്കുകയാണ്. ഇമാം ബുഖാരിയുടെ സഹീഹിൽ നമുക്ക് കാണാം, അബ്ദുല്ലാഹ് ബിൻ അബി ഔഫ റളിയല്ലാഹു അൻഹു പറയുന്നു, لما اعتمر رسول الله صلى الله عليه وسلم سترناه من غلمان المشركين ومنهم يؤذوا رسول الله صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ അവരെന്തെങ്കിലും ആയുധങ്ങളോ മറ്റോ എറിയുകയോ അപായപ്പെടുത്തുകയോ ചെയ്യാതിരിക്കാൻ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൊതിഞ്ഞിട്ടായിരുന്നു മക്കയിലേക്ക് ഉംറക്ക് പ്രവേശിച്ചത്. മക്കയിൽ ഏതെങ്കിലും വിവരമില്ലാത്ത ചെറുപ്പക്കാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കാതിരിക്കാൻ. അങ്ങനെ ആ കരാർ പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും മക്കയിൽ കഅബക്കരികിൽ പ്രവേശിക്കുകയാണ്. മുശ്രിക്കുകൾ എന്താണ് ചെയ്തത്? മുശ്രിക്കുകളിൽ പലരും പലതാണ് ചെയ്തത്. ചില ആളുകൾ എന്ത് ചെയ്തു? മുസ്ലിമീങ്ങളെ അവർ വരുന്നുണ്ടല്ലോ കാണട്ടെ എന്ന് വിചാരിച്ച് അവരെ നോക്കാൻ വേണ്ടി കാത്തു നിന്നു. വേറെ ചില ആളുകൾ എന്ത് ചെയ്തു? അസൂയയും വിദ്വേഷവും മൂത്തിട്ട് അവർ പറഞ്ഞു, അവരിവിടെ വന്ന് ഉംറ ചെയ്യുന്നത് ഞങ്ങൾക്ക് കണ്ടിരിക്കാൻ കഴിയില്ല, മക്ക വിട്ടിട്ട് പോയി കളഞ്ഞു, ഇവർ പോകുന്നത് വരെ മക്കയിൽ നിന്ന് നിൽക്കണ്ട എന്നും പറഞ്ഞ് മക്കയിൽ നിന്ന് പുറത്തു പോയി കളഞ്ഞു. എന്നാൽ മറ്റു പലരും മുസ്ലിമീങ്ങളെ നോക്കി നിൽക്കുകയാണ്. അവർ അതിനു മുമ്പേ അവർക്കിടയിൽ ഒരു സംസാരം ഉണ്ടായിരുന്നു. എന്ത്? മദീന എന്ന് പറഞ്ഞാൽ ആ കാലത്ത് മദീന യസ്രിബ് ആയിരുന്ന കാലത്ത് അത് പകർച്ചപ്പനിയുടെ ഒരു നാടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തോടെ ചെന്നിരുന്ന ആദ്യ കാലത്ത് അത് അങ്ങനെയായിരുന്നു. നബി മദീനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ആ സംഭവങ്ങളൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. അതുകൊണ്ട് മക്കക്കാർക്കിടയിൽ ഒരു സംസാരമുണ്ട്. എന്ത്? യസ്രിബിലെ പനി ബാധിച്ച് ആകെ ക്ഷീണം പിടിച്ചിട്ടുണ്ട് മുസ്ലിമീങ്ങൾ, അവരൊക്കെ ക്ഷീണിച്ചിട്ടാണുള്ളത്, ആകെ മെലിഞ്ഞൊട്ടി ശക്തിയൊക്കെ ക്ഷയിച്ച് ആ അവസ്ഥയിലാണുള്ളത് എന്ന് മുശ്രിക്കുകൾ തമ്മിൽ സംസാരമുണ്ടായിരുന്നു. അവർ മുസ്ലിമീങ്ങളെ കാണാൻ ഇങ്ങനെ നിന്നിരുന്നു. വേറെ പലരും പുറത്തേക്ക് പോയിരുന്നു.
അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ തവാഫ് ചെയ്യാൻ വേണ്ടി വരികയാണ്. തവാഫ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ കഅബ കണ്ടിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ കഅബയെ കുറിച്ച് മനസ്സിലാക്കിയവർക്കറിയാം, ഹജറുൽ അസ്വദിനും റുക്നുൽ യമാനിക്കും ഇടയിലുള്ള സ്ഥലം, റുക്നുൽ യമാനിക്കും ഹജറുൽ അസ്വദിനും ഇടയിലുള്ള ആ ഭാഗം, അവിടെ അതിലൂടെ നടക്കുമ്പോഴാണ് എന്ത് പറയൽ സുന്നത്ത്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ. ഇതിന്റെ നേരെ എതിർഭാഗത്ത്, അതിന്റെ നേരെ എതിർവശം, ആ വശത്തിന് നേരെ എതിർവശത്ത് മുശ്രിക്കുകൾ എല്ലാവരും അവിടെ ഇരുന്നിരുന്നു എന്നാണ്. മുസ്ലിമീങ്ങളെ നോക്കാൻ വേണ്ടി ഇരുന്നിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തവാഫിലാണ് അവരോട് എങ്ങനെ തവാഫ് ചെയ്യാൻ കൽപ്പിച്ചത്. തവാഫിലെ ഇൽത്തിബാഉം അതുപോലെ റമലും കൽപ്പിച്ചത്. ഇൽത്തിബാ എന്ന് പറഞ്ഞാൽ വലതു കൈ ചുമൽ മുതൽ ബാക്കി ഭാഗം വെളിപ്പെടുത്തിക്കൊണ്ട് തവാഫ് ചെയ്യാൻ, അഥവാ തുണിയുടെ അരമുണ്ടല്ല, അതിന് മുകളിൽ പുതക്കുന്ന തുണിയുടെ മധ്യഭാഗം അത് വലത് കക്ഷത്തിന് അടിയിലാക്കിക്കൊണ്ട് രണ്ടു വശങ്ങൾ ഇടത് ചുമലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുക, വലത് കൈ വെളിപ്പെടുത്തി. ഇങ്ങനെയാണ് തവാഫ്. ഉംറക്ക് വേണ്ടി വരുന്ന ആദ്യത്തെ തവാഫ്, ഹജ്ജിന് വേണ്ടി വരുമ്പോൾ ചെയ്യുന്ന ആദ്യം ഉംറയുടെ ഭാഗമായി ചെയ്യുന്ന തവാഫ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇബ്തിബാ, ഈ ഭാഗം വെളിപ്പെടുത്തിക്കൊണ്ടാണ് നിർവഹിക്കേണ്ടത്. അതുപോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് റമൽ കൽപ്പിച്ചു. റമൽ എന്നാൽ അടുത്തടുത്ത് കാലടികൾ വെച്ച് ഓടുന്നത് പോലെ നടക്കാൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ റുക്നുൽ യമാനിയുടെയും ഹജറുൽ അസ്വദിന്റെയും ഇടയിലുള്ള ഭാഗം, ആ ഭാഗത്തെത്തിയാൽ സാധാരണ പോലെ നടക്കാൻ സഹാബിമാരോട് പറഞ്ഞു. കാരണം അവിടെ ഇവർ കാണുകയില്ല, മുശ്രിക്കുകൾ അവിടെ കാണുകയില്ല. അവിടുന്ന് കൂടി ഇതുപോലെ നടന്നാൽ തളർന്നു പോകും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? അവരവിടെ നോക്കി നിൽക്കുന്നതുകൊണ്ട് ആ ഭാഗത്തുകൂടെ പതുക്കെ സാധാരണ പോലെ നടക്കാൻ. ബാക്കിയുള്ള ഭാഗം റമൽ, ഓടുന്നത് പോലെയുള്ള ആ നടത്തം തവാഫിന് ചെയ്യുന്ന, നമ്മൾ തവാഫ് ചെയ്യുമ്പോൾ ആദ്യത്തെ 3 ചുറ്റലുകളിൽ ചുറ്റുന്ന രൂപം, അങ്ങനെ ചെയ്യാനും കൈ പുറത്തിടുവാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിന്റെ തുടക്കം ഇങ്ങനെയാണ്, അതിന്റെ തുടക്കം ഇതാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? പിന്നീട് അവിടെ നോക്കി നിൽക്കാൻ മുശ്രിക്കുകളില്ല എങ്കിൽ ഇത് നമ്മൾ ഉപേക്ഷിക്കണം എന്നാണോ? അല്ല. കാരണം അതിനുശേഷം മക്ക ഇസ്ലാമിന്റെ കീഴിലായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ നിർവഹിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ്. ഹജ്ജിന്റെ ഭാഗമായി ഉംറയുടെ തവാഫുണ്ട്, അതും ഇതുപോലെ തന്നെയാണ്, മാറ്റിയിട്ടില്ല. അത് പിന്നീട് കർമ്മമായി സ്ഥിരപ്പെട്ടു. ഏതുപോലെ സഫ മറുവക്കിടയിൽ ഹാജർ റളിയല്ലാഹു അൻഹാ അവർ വെള്ളത്തിനു വേണ്ടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയത്. എന്നാൽ അത് നമുക്ക് അമലാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അത് അമലായി നിശ്ചയിച്ചിരിക്കും. അതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല അവനാണ് നമുക്ക് ഇബാദത്തുകൾ നിശ്ചയിച്ചു തരുന്നത്. പക്ഷെ അതിന്റെ തുടക്കം ഇങ്ങനെയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ പുറത്തേക്കിടാനും അതുപോലെ വേഗത്തിൽ നടക്കുവാനും ഇതുകൊണ്ടാണ് കൽപ്പിച്ചത്. മുശ്രിക്കുകൾ അവിടെ നോക്കി നിൽക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, അവർ കാണാത്ത ഭാഗം, റുക്നുൽ യമാനിക്കും ഹജറിനും ഇടയിലുള്ള ഭാഗം സാധാരണ പോലെ നടക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം മുഴുവൻ അങ്ങനെ നടന്നാൽ ക്ഷീണിച്ചു പോകും. അവർ കാണാത്ത ഭാഗം എല്ലാം നടക്കുക. അവർ കാണുമ്പോൾ ശക്തി പ്രകടിപ്പിക്കും. കാരണം അവർ ശത്രുക്കളാണ്, മുസ്ലിമീങ്ങളുമായി യുദ്ധത്തിൽ ഉള്ളവരാണ്. അവർക്കിടയിലുള്ള ശക്തി പ്രകടനവും അവർക്കിടയിൽ പെരുമ കാണിക്കലുമെല്ലാം ദീനിൽപ്പെട്ടതാണ്. അല്ലാത്ത സമയത്ത് അഹങ്കാരം കാണിക്കുക എന്നത് പാടില്ലാത്തതാണ്. ബുദുജാന റളിയല്ലാഹു അൻഹു ബദറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഹങ്കരിച്ച ആ സഫുകൾക്കിടയിൽ നടന്നതുപോലെ ചില റിവായത്തുകളിൽ, ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിലുമെല്ലാം ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞതായി വന്നിട്ടുണ്ട്. അതിന്റെ സനദിനെ കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ ചില ചർച്ചയുണ്ടെങ്കിൽ എന്താണ്? ഇന്ന ഹാദിഹി മിശ്അത്തുൻ യുബ്ഗിദുഹ അല്ലാഹ്, ഇത് അള്ളാഹു വെറുക്കുന്ന, അവൻ ഇഷ്ടപ്പെടാത്ത നടത്തമാണ്. ഈ സന്ദർഭത്തിലല്ല എങ്കിൽ, ഏത് സന്ദർഭത്തിൽ? യുദ്ധത്തിന്റെ സന്ദർഭത്തിലല്ല എങ്കിൽ അള്ളാഹു വെറുക്കുന്ന നടത്തമാണിത്. അഹങ്കാരത്തിന്റെ അപകടം നമ്മൾ അവിടെ മനസ്സിലാക്കണം. അഹങ്കരിച്ച ഒരാൾ നടക്കുക എന്നതിന്റെ അപകടം ആ വേളയിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്ത്?
ഈ സന്ദർഭത്തിലല്ലായിരുന്നുവെങ്കിൽ ഇത് അള്ളാഹു വെറുക്കുന്ന അവന്റെ കോപം നേടിത്തരുന്ന അർത്ഥമാണ്. ദുജാന റളിയല്ലാഹു അൻഹു ധീരത പ്രകടിപ്പിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എന്ന്. കാരണം ശത്രുക്കൾക്ക് മുന്നിൽ അഥവാ മുസ്ലിമീങ്ങളുമായി യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ള ശത്രുക്കൾക്ക് മുന്നിൽ അതുപോലെയുള്ള ഇസ്സത്തിന്റെ പ്രകടനങ്ങൾ അത് ദീനിന്റെ ഭാഗമാണ്, അത് വേണ്ടുന്ന കാര്യമാണ്. ഒരു മുസ്ലിം ഏത് സമയത്തും യുദ്ധത്തിലല്ലെങ്കിലും ആണെങ്കിലും ശരി അവൻ ഇസ്സത്തോടെ ജീവിക്കേണ്ടവനാണ്, നിന്ദനായി നടക്കേണ്ടവനല്ല ആരുടെ മുന്നിൽ. അതേത് സമയത്തും വേണ്ടതാണ്. ഇസ്സത്ത് എന്നത് ഒരു പരിധി വിട്ട് അപ്പുറത്തേക്ക് പോയാൽ അത് കിബിറിലേക്ക് മാറും. വിനയം എന്നത് ഒരു പരിധി വിട്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ നിന്ദയായി മാറും. രണ്ടിന് നടുവിലാണ് അതിന്റെ ശരിയായ രൂപമുള്ളത്. ഇമാം ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ഏത് സൽസ്വഭാവത്തിനും അതിന് വിട്ട് അങ്ങോട്ടൊരു ഭാഗമുണ്ട് ഇങ്ങോട്ടൊരു ഭാഗമുണ്ട്. ഏതുപോലെ ഇസ്സത്ത് എന്ന് പറഞ്ഞതിന്റെ പരിധി വിട്ടാൽ അതെന്തായി മാറും? അത് ദുരഭിമാനവും അഹങ്കാരവും അഹന്തയും ഒക്കെ ആയി മാറും. വിനയം എന്ന് പറഞ്ഞ് താഴ്ന്ന് താഴ്ന്ന് താഴ്ന്ന അവസാനം അത് എന്തായി മാറും? നിന്ദയായി മാറും. രണ്ടിന് നടുവിലാണ് കാര്യമുള്ളത്. മനസ്സിലായില്ലേ? രണ്ടിനും നടുവിലാണ് കാര്യം. അത് ശരിയായി മനസ്സിലാക്കാൻ ദീൻ നന്നായി പഠിക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ വേണ്ടാത്ത സ്ഥലത്ത് വേണ്ടാത്തത് പ്രയോഗിച്ചു പോകും. മനസ്സിലായില്ലേ? ഒരിക്കലും യോജിക്കാത്ത സ്ഥലത്ത് യോജിക്കാത്ത കാര്യം പ്രയോഗിച്ചു പോകും വിവരമില്ലായെങ്കിൽ. കുല്ലി മഖാമിൻ മഖാൽ, ഓരോ സന്ദർഭത്തിനും അവിടുത്തെ വർത്തമാനമുണ്ട്, അവിടെ ചെയ്യേണ്ട കാര്യമുണ്ട് എന്നത് ഒരു തത്വമാണ്. ലിക്കുല്ലി മഖാമിൻ മഖാൽ. അതിന് അള്ളാഹുവിന്റെ ദീൻ പഠിക്കുക അല്ലാതെ വേറെ നിർവാഹമില്ല. എവിടെയാണ് അങ്ങനെ കാണിക്കേണ്ടത്, എവിടെയാണ് ഇങ്ങനെ കാണിക്കേണ്ടത് എന്നതിന് ദീൻ പഠിക്കുക എന്നതാണ് വഴി. അതുപോലെ അള്ളാഹുവിന്റെ തൗഫീഖാണ് അതിനുള്ള വഴി എന്ന് പറയുന്നത്. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ആ ഉംറ പൂർത്തിയാക്കി. 3 ദിവസമായപ്പോൾ മുശ്രിക്കുകൾ അലി ബിൻ അബി താലിബിനോട് പറഞ്ഞു, നിങ്ങളുടെ സാഹിബിനോട് പോയി മക്ക വിട്ടു പോകാൻ പറയൂ. കാരണം കഴിഞ്ഞ വർഷത്തെ കരാർ എന്താണ്? ഉംറക്ക് അടുത്ത വർഷം വരാം, എന്നിട്ട് 3 ദിവസം ഇവിടെ നിൽക്കാം എന്നാണ്. 3 ദിവസം കൂടുതൽ നിൽക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ഉംറ കഴിഞ്ഞ് മക്കയിൽ നിന്ന് പുറപ്പെട്ടു. ഈ ഉംറ യാത്രക്കിടയിൽ സരിഫ് എന്നു പേരുള്ള സ്ഥലത്തു വെച്ചാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൈമൂന റളിയല്ലാഹു അൻഹ, ആ സന്ദർഭത്തിലാണ് അവരെ വിവാഹം ചെയ്തത്. അവിടെ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായി ആദ്യം താമസിച്ചത് എന്നാണ്. സരിഫ് എന്നു പേരുള്ള സ്ഥലത്ത് നമ്മുടെ ഉമ്മ മൈമൂന റളിയല്ലാഹു അൻഹയുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം താമസിച്ചത് അവിടെ വെച്ചാണ്. പിൽക്കാലത്ത് അത്ഭുതകരമായി മൈമൂന റളിയല്ലാഹു അൻഹ ഹിജ്റ 51-ാമത്തെ വർഷം, ഒരുപാട് കാലം കഴിഞ്ഞ് അവർ മരണപ്പെട്ടത് അതേ സ്ഥലത്ത് വെച്ചായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ എവിടെ വെച്ചാണോ ആദ്യമായി അവർ ഒരുമിച്ച് താമസിച്ചത്, വിവാഹത്തിന് ശേഷം സരിഫ് എന്ന് പറയുന്ന സ്ഥലം, അവിടെ വെച്ചാണ് മൈമൂന റളിയല്ലാഹു അൻഹ പിൽക്കാലത്ത് മരണപ്പെട്ടത്. ഈ ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മൈമൂന റളിയല്ലാഹു അൻഹയുമായുള്ള വിവാഹമാണ്. അതെപ്പോഴാണ് നടന്നത്? നബിയുടെ ഈ ഉംറത്തുൽ ഖദിയ്യ, ആ യാത്രക്കിടയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൈമൂനയെ വിവാഹം ചെയ്തത്. ഉംറയുടെ ഇഹ്റാമിലായിരിക്കെ നബി അവരെ വിവാഹം ചെയ്തു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിലും, അല്ല ഇഹ്റാമിൽ അല്ലാത്ത സമയത്ത് വിവാഹം ചെയ്തു എന്ന് റാഫി ഇബ്നു ഖദീജ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലും വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സഹീഹ് റാഫി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച കാര്യമാണ്. രണ്ടു സനദ് സഹീഹാണ്. പക്ഷെ റാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യമാണ് അവിടെ ശരി. കാരണം ഇഹ്റാമിൽ വിവാഹമോ വിവാഹാലോചനയോ ഒന്നും പാടില്ലാത്തതാണ്. അവനവന് വേണ്ടിയോ വേറെ ആളുകൾക്ക് വേണ്ടിയോ എന്ത് ചെയ്യരുത്? വിവാഹം ആലോചിക്കരുത്. എപ്പോ? ഇഹ്റാമിലായിരിക്കുമ്പോ. ഉംറക്ക് വെച്ച് ഏതായാലും നിങ്ങളെ ഞാൻ നാട്ടിൽ നിന്ന് കാണാൻ വിചാരിച്ചായിരുന്നു, കണ്ടില്ല എന്ന് പറഞ്ഞു കല്യാണം ആലോചിക്കാൻ പാടുണ്ടോ? പാടില്ല. ഇഹ്റാമിലായിരിക്കെ വിവാഹ ആലോചന പാടില്ല. അവനവന് വേണ്ടി പാടില്ല, വേറെ ആളുകൾക്കും പാടില്ല. വിവാഹവും പാടില്ല, വിവാഹാലോചനയും പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാമിലല്ല മൈമൂന റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തത്. റാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ് അതിൽ ശരി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് ആ സമയത്ത് ആ പറഞ്ഞത് അബദ്ധം സംഭവിച്ചതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. കാരണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രായം ആ സമയത്ത് വളരെ ചെറുതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് ആകുമ്പോൾ പോലും ഇബ്നു അബ്ബാസിന്റെ പ്രായം വളരെ കുറവാണ്. 15 അടുത്തിട്ട് മാത്രമേ ഉള്ളൂ. അതിനു മുമ്പേ പറഞ്ഞതാണ്. അതിൽ അബദ്ധം സംഭവിച്ചതാണ്. യഥാർത്ഥത്തിൽ ഇഹ്റാമിലല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൈമൂന റളിയല്ലാഹു അൻഹ വിവാഹം ചെയ്തത്. ഇഹ്റാമിൽ വിവാഹം പാടില്ല. റാഫി ഇബ്നു ഖദീജ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ അത് വന്നിട്ടുണ്ട്. മൈമൂന റളിയല്ലാഹു അൻഹ ഉമ്മുൽ ഫദ്ൽ എന്ന അബൂ താലിബിന്റെ
ഭാര്യയുടെ സഹോദരിയാണ്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ ഭാര്യയുടെ സഹോദരിയാണ്. ഉമ്മുൽ ഫദ്ലിന്റെ സഹോദരി മൈമൂന ബിൻതുൽ ഹാരിസ് അൽ ഹിലാലിയ. അതുകൊണ്ട് തന്നെ ഇബ്നു അബ്ബാസിന്റെ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന്റെ ഉമ്മയുടെ സഹോദരിയാണ് അവർ. ഖാലത്താണ്. ഖാലിദ് ഇബ്നുൽ വലീദ് എന്ന മഹാനായ സഹാബി, അദ്ദേഹത്തിന്റെയും ഉമ്മയുടെ സഹോദരിയാണ് ആര്? മൈമൂന റളിയല്ലാഹു അൻഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയുടെ സഹോദരിയുടെ മകനാണ് ഇബ്നു അബ്ബാസും അതുപോലെ ഖാലിദ് ഇബ്നുൽ വലീദും റളിയല്ലാഹു അൻഹുമാ. മൈമൂന റളിയല്ലാഹു അൻഹയെ മുമ്പ് അവരെ മറ്റൊരാൾ വിവാഹം ചെയ്തിരുന്നു. എന്നാൽ അദ്ദേഹം മരണപ്പെട്ടു. പിന്നീട് മറ്റൊരു ആൾ മൈമൂന റളിയല്ലാഹുവിനെ വിവാഹം ചെയ്തു. രണ്ട് ഭർത്താക്കന്മാർ അവർക്ക് മുൻപ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് മൈമൂനെ വിവാഹം ചെയ്തിരുന്നു. പക്ഷെ രണ്ടുപേരും മരണപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുശേഷമാണ് മൈമൂന റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി വിവാഹം ചെയ്തത് മൈമൂനയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി വിവാഹം ചെയ്തത് ആരെയാണ്? മൈമൂന റളിയല്ലാഹു അൻഹയാണ്. ഇതാണ് ആ യാത്രക്കിടയിൽ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം. ഇൻഷാ അല്ലാഹ് ബാക്കി നബിയുടെ ചരിത്രത്തിലെ ഭാഗങ്ങൾ നമുക്ക് വരുന്ന ദർസിൽ വിശദീകരിക്കാം. അല്ലാഹു തആല അലം. സല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. السلام عليكم ورحمة الله وبركاته.